I am the Lord your God, who brought you out of the land of Egypt, out of the house of slavery. Do not have any other gods before me. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. ഞാനൊഴികെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. I am the Lord of your God. You shall have no other gods before me. കർത്താവിൽ വാത്സല്യമുള്ളവരെ, പ്രപഞ്ച സൃഷ്ടാവായ ദൈവം തമ്പുരാൻ അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ പരിപാലിക്കുന്ന ദൈവമാകുന്നു. ഞാൻ ഒഴികെ മറ്റൊരു ദൈവവും നിനക്ക് ഉണ്ടാകരുത്. 10 കൽപ്പനയുടെ ഒന്നാമത്തെ കൽപ്പനയാണ് ഇത്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അന്ത്യനാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. മനുഷ്യർ സ്വാർത്ഥമോഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ദേഷ്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്ന ആൾക്കാരുമായിരിക്കും. അവരിൽ നിന്ന് അകന്നുകൊള്ളുക. ഭക്തിയുടെ വേഷം ധരിച്ച വേഷധാരികൾ, എന്നാൽ ശക്തിയില്ലാത്തവർ. കർത്താവിൻ്റെ മടങ്ങി വരുന്നതിന് മുമ്പുള്ളതായ ദിവസങ്ങളെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ ഈ വേദഭാഗത്തിൽ പറയുന്നത്. 19 തരം ആൾക്കാരെക്കുറിച്ച് വളരെ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ പ്രതിപാദിക്കുന്നു. സ്വാർത്ഥ സ്നേഹികൾ, ധനമോഹികൾ, അഹങ്കാരികൾ, ഗർവിഷ്ഠന്മാർ, കോപിഷ്ഠന്മാർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ, നന്ദികെട്ട ജീവിതം നയിക്കുന്നവർ, അശുദ്ധിയുടെ അസാൻമാർഗത്തിൻ്റെ തിന്മയുടെ മാർഗത്തിൽ ജീവിക്കുന്നവർ, വാത്സല്യം, കരുണ, ദയ ഇവയില്ലാത്തവർ, സർവസമയവും പിണക്കങ്ങളുമായി ഇണക്കമില്ലാതെ ജീവിക്കുന്ന ആൾക്കാർ, സമൂഹത്തിൽ പ്രത്യേകിച്ച് സഭകളിൽ, ഇടവുകളിൽ, കോൺഗ്രിഗേഷനുകളിൽ ഏഷണി പറയുന്നവർ, ഏഷണിക്കാർ, അജിതേന്ദ്രിയന്മാർ, ഉഗ്രന്മാർ, സൽഗുണ ദോഷികൾ, ദ്രോഹികളും ദേഷ്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ, ദൈവത്തെ സ്നേഹിക്കാതെ, ദൈവത്തെ ഭയമില്ലാതെ, എല്ലാം തങ്ങളുടെ ഹിതപ്രകാരം തങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ട് പോകണമെന്നുള്ള ചിന്തയോടുകൂടി ഭോഗപ്രിയരായി ഭക്തിയുടെ കപടവേഷം പൂണ്ട് ജീവിക്കുന്ന മനുഷ്യർ. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് എത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛതകൾ നീ പഠിക്കരുത്. നിന്റെ മകളെയോ മകനെയോ അഗ്നിപ്രവേശം ചെയ്യിപ്പിക്കുന്നവനും പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ആഭിജാതക്കാരൻ, ക്ഷുദ്രക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാടൻ, ലക്ഷണം പറയുന്നവൻ, അഞ്ജനക്കാരൻ എന്നിങ്ങനെയുള്ള ഒരു അടുക്കൽ നിങ്ങൾ പോകരുത്.
ഇക്കാര്യങ്ങൾ ചെയ്യുന്നവനെല്ലാം യഹോവയ്ക്ക് വെറുപ്പാകുന്നു. ഇങ്ങനെയുള്ള മ്ലേച്ഛതകൾ നിമിത്തം നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. ജാതികളുടെ അടുക്കിലേക്ക്, ജാതികളുടെ ആചാരങ്ങളുടെ അടുക്കിലേക്ക് ദൈവവിശ്വാസി പോകുവാനായിട്ട് പാടില്ല. അങ്ങനെയുള്ളവർ ദൈവസന്നിധിയിൽ ദൈവമുമ്പാകെ കപട വേഷധാരികളായിട്ട് ആയിത്തീരും. പ്രിയമുള്ളവരെ, പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 14-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നു, ദൈവവിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം തന്നെ പാപമാണ് എന്ന്. സദൃശ്യവാക്യങ്ങൾ അതിൻ്റെ 16-ാം അധ്യായം 20-ാം വാക്യം പറയുന്നു, തിരുവചനം പ്രമാണിക്കുന്നവർ നന്മ കണ്ടെത്തും, യഹോവയെ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മുടെ ജീവിതത്തിൽ ചില അവസരങ്ങളിലെങ്കിലും ഈ അന്ധവിശ്വാസം ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം, ദൈവവിശ്വാസം മുറുകെ പിടിക്കേണ്ടതിന് പകരം ഇത്തരത്തിലുള്ളതായ അന്ധവിശ്വാസങ്ങൾ നമ്മുടെ മതജീവിതത്തിലും കടന്നു വരാറില്ലേ? യഹോവയെ ആശ്രയിക്കേണ്ടതിന് പകരം, സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിന് പകരം ഈ അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ ഒളിഞ്ഞും തെളിഞ്ഞും ക്രൈസ്തവരായ നാമും ചില അവസരങ്ങളിലും വഴിമാറി സഞ്ചരിക്കാറില്ലേ എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ചില അന്ധവിശ്വാസങ്ങളുണ്ട്. ചിലർ പറയാറുണ്ടല്ലോ, പൂച്ച വിലങ്ങിനെ ചാടിയാൽ അപകടമാണ്. ചിലത് സംഭവിക്കുമ്പോൾ പല്ല് ചലച്ചാൽ സത്യമാണെന്ന് പറയുന്നവരുണ്ട്. ഭവനങ്ങളിൽ ആദ്യമായി കയറുമ്പോൾ, പ്രത്യേകിച്ച് വിവാഹമൊക്കെ കഴിഞ്ഞ് ഭവനങ്ങളിലേക്ക് വരുമ്പോൾ വലതുകാൽ വെച്ച് കയറണം എന്ന് പഠിപ്പിക്കുന്നവർ, മൂന്ന് പേർ കൂടി യാത്രയ്ക്ക് പോയാൽ ശുഭമല്ല എന്ന് പറയുന്നവർ, യാത്രക്കിറങ്ങുമ്പോൾ പിന്നിൽ നിന്ന് വിളിക്കരുത് എന്ന് ഉപദേശിക്കുന്നവർ, രാത്രിയിൽ യാത്ര പറയരുത്, കാക്ക വന്ന് കൂകിയാൽ, ശബ്ദം പുറപ്പെടുവിച്ചാൽ വിരുന്നുകാർ വരും എന്ന് പഠിപ്പിക്കുന്ന ചിന്തകൾ, പള്ളിയിൽ മണിയടിക്കുമ്പോൾ ഒരുപക്ഷെ അത് സത്യമാണ് എന്ന് ചിന്തിക്കുന്നവർ, നമ്മുടെ മൂക്കിൽ നിന്ന് അതിൻ്റെ തുമ്മൽ വരുമ്പോൾ ആരോ പറഞ്ഞു എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് വിലയിരുത്തുന്നവർ, കുഞ്ഞുങ്ങൾ കട്ടിലിരുന്ന് കാലാട്ടുമ്പോൾ അത് പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ചിന്ത, കണ്ണുകെട്ടുക, വാഴ കുലച്ച് വീടിന് നേരെ നിൽക്കുന്നത് നല്ലതല്ല, കയ്യിലെ ചില രേഖകൾ, കൈവിരലുകൾ തമ്മിലുള്ളതായ അകലം നമ്മുടെ പണം വേഗം തീർന്നു പോകുമെന്നുള്ളതായ പഠിപ്പിക്കലുകൾ, നമ്മുടെ ഭവനം പണിക്ക്, കട്ടിള വെപ്പിന് സമയവും കാലവും ഒക്കെ നോക്കി, ശകുനം നോക്കി ഒക്കെ ചെയ്യുന്ന കർമ്മങ്ങൾ, പുരോഹിതൻ വന്ന് കൂദാശ ചെയ്തിട്ട് പോയാലും പിന്നീടും ആശാരിയുടെ കൂദാശ വേറെ തലത്തിൽ, ഇങ്ങനെ പലതരത്തിലുള്ളതായ ക്രൈസ്തവ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി നമ്മെ അകറ്റുന്നതായ അന്ധവിശ്വാസങ്ങൾ പലതരത്തിൽ, ഓരോ ദേശത്തിൻ്റെയും ഭാഷയുടെയും രീതിയുടെയും വ്യത്യാസങ്ങൾ ഇതിനൊക്കെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ ചില അവസരങ്ങളിലെങ്കിലും നമ്മെ ഭരിക്കുന്നില്ലേ? ഇത് യഥാർത്ഥത്തിൽ സത്യവിശ്വാസത്തിൽ നിന്നുള്ള, ദൈവവിശ്വാസത്തിൽ നിന്നുള്ളതായ അകൽച്ചയാണ്. ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിന് പകരം ഇങ്ങനെയുള്ള ശക്തികളിൽ ആശ്രയിക്കുന്നത് തീർച്ചയായിട്ടും അത് ദൈവത്തിൽ നിന്നുള്ളതായ
അകൽച്ചയാണ്, ഒന്നാം കൽപ്പന ലംഘനമാണ് എന്നുള്ളത് ഓർക്കുക. 127 സങ്കീർത്തനം 1 വാക്യം പറയുന്നു, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. നമ്മുടെ ഭവനത്തിൻ്റെ കാവൽക്കാരൻ, പണിക്കാരൻ, നമ്മുടെ കുടുംബത്തിൻ്റെ പ്രധാന പണിക്കാരൻ, കാവൽക്കാരൻ യഹോവയായ ദൈവമാണ്. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് പാടില്ല എന്നുള്ളത് ഓർക്കുക. പ്രിയമുള്ളവരെ, വിഗ്രഹാരാധന കൽപ്പന ലംഘനമാണ്. You shall not make for yourself an idol. വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വന്ദിക്കരുത്. ദൈവമല്ലാത്തതിന് ദൈവത്വം കൽപ്പിച്ച് ആരാധിക്കുന്നതാണ് വിഗ്രഹാരാധന. ദൈവത്തിൻ്റെ സ്ഥാനത്ത് മനുഷ്യ സൃഷ്ടിയെ പ്രതിഷ്ഠിച്ച്, അത് ദേവന്മാരാകാം, സാത്താന്മാരാകാം, ശക്തിയാകാം, പൈശാചിക ശക്തികളാകാം, എന്ന് തന്നെ ആയിക്കൊള്ളട്ടെ, ഇങ്ങനെയുള്ള ശക്തികളെ പ്രതിഷ്ഠിച്ച് അതിനെ ആരാധിക്കുന്നത്, അതിന് ദൈവത്വം കൽപ്പിക്കുന്നത് കൽപ്പന ലംഘനമാണ് എന്നുള്ളത് ഓർക്കുക. അന്യ ദേവന്മാരുടേതായ ഭക്തി, അക്രൈസ്തവ ദേവാലയത്തിൽ പോയി, അക്രൈസ്തവ ആരാധനകളിൽ പോയി അവരുടെ നേർച്ചകളും പൂജാകർമ്മങ്ങളിലും പങ്കെടുക്കുക, വഴിപാടിനുള്ളതായ പണം നൽകുക, പൂജാവസ്തുക്കളിൽ കൊണ്ടുവരിക, അത് ഉപയോഗിക്കുക, തകർച്ചയ്ക്ക് പരിഹാരമായി ഹോമവും പൂജയും ഒക്കെ നടത്തുക, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നവരോട് പ്രാർത്ഥനകൾ യാചിക്കുക, ഇതെല്ലാം തന്നെ ക്രൈസ്തവ ജീവിതത്തിൽ ധർമ്മമല്ല എന്നുള്ളത് ഓർക്കുക. ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തെ ഞങ്ങൾ മറക്കുകയോ ഞങ്ങളുടെ കൈകളെ അന്യദേവങ്ങളിലേക്ക് മലർത്തുകയോ ചെയ്തിരിക്കുന്നുവെങ്കിൽ ദൈവം അത് ശോധന ചെയ്യാതിരിക്കുമോ? 44 സങ്കീർത്തനം 20 21 വാക്യങ്ങൾ പ്രകാരമാണ് പറയുന്നത്. അന്യദേവന്മാരുടെ അടുക്കൽ പോകുവാൻ, മറ്റ് മത വിഭാഗങ്ങളുടെ ആരാധനയിലും ഒക്കെ ഭക്തിയുടെ വേഷം ധരിച്ച് പങ്കെടുക്കുമ്പോൾ നാം ഓർക്കണം, അത് സത്യദൈവത്തിൽ നിന്നുള്ളതായ അകൽച്ചയാണ്. യഥാർത്ഥത്തിൽ അത് യഹോവയ്ക്ക് ഹിതകരമല്ലാത്തതാണ് എന്നുള്ളത് ഓർക്കുക. രഹസ്യമായിട്ട് മറ്റു മതസ്ഥരുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ വഴിപാടുകൾ ഇതൊക്കെ നടത്തുന്നത് ക്രൈസ്തവ ജീവിതത്തിൽ കാമ്യമല്ല എന്ന് നാം മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഞാനൊഴികെ അന്യദൈവം നിങ്ങൾക്കുണ്ടാകരുത്. ദൈവം ഏകൻ മാത്രമാണ്. ആ ദൈവത്തെ ഓരോ മതക്കാരും അവരവരുടേതായ രീതിയിൽ ആരാധിക്കുന്നു. നാം അറിയുന്ന ദൈവത്തെ നമ്മുടെ മതവിഭാഗത്തിൻ്റെ, നമ്മുടെ സമൂഹത്തിൻ്റെ, നമ്മുടെ സഭയുടെ ചിന്തയിൽ നിന്നുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന, ക്രിസ്തീയ സമൂഹം പഠിപ്പിക്കുന്ന ആ ദൈവത്തെ സത്യമായി ആരാധിക്കേണ്ടതിന് പകരം മറ്റ് മതങ്ങളുടെ പിന്നാലെ, മറ്റ് ആരാധനകളുടെ പിന്നാലെ, അവരുടെ അനുഷ്ഠാനങ്ങളുടെ പിന്നാലെ പോകുന്നത് ക്രൈസ്തവ ജീവിതത്തിൽ കാമ്യമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. മന്ത്രച്ചരടും തകിട് മേലസുമൊക്കെ ആ വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളത് ഓർക്കുക. ഇങ്ങനെയുള്ളതായ അനുഷ്ഠാനങ്ങൾ ക്രൈസ്തവ ജീവിതത്തിൽ പാടില്ല. ഒന്നാം കൽപ്പനയുടെ ലംഘനമാണ് സ്വയപൂജ. സ്വാർത്ഥ സ്നേഹം ആർത്ഥത്തിൽ വരും. എന്നെ ആരാധിക്കണം, എന്നെ ബഹുമാനിക്കണം, എന്നെ ആദരിക്കണം. അതാര് തന്നെയാണെങ്കിലും, മത നേതാക്കന്മാരാണെങ്കിൽ പോലും
അത്തരത്തിൽ ചിന്തിക്കുന്നത് കൽപ്പന ലംഘനമാണ്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 16-24 എന്നെ അനുഗമിക്കുന്നവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. യേശുക്രിസ്തുവിനെ, ദൈവത്തെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെത്താൻ ത്യജിച്ച്, സ്വയം ത്യജിച്ച്, തൻ്റെ കഷ്ടതകൾ സഹിച്ച്, യേശുക്രിസ്തു സഹിച്ചതായ കഷ്ടപ്പാടുകളിൽ ഭാഗവാക്കുകളായി തൻ്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കുന്നവൻ ആയിത്തീരട്ടെ എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. അതിന് പകരം സർവമഹത്വവും സർവസ്തുതികളും സ്തോത്രവും എല്ലാം എനിക്ക്, എന്നെ ബഹുമാനിക്കണം, എന്നെ ആദരിക്കണം, ദൈവത്തെ ബഹുമാനിക്കേണ്ടതിന് പകരം മത നേതാക്കന്മാരെ, അതാര് തന്നെയാണെങ്കിലും ആ രീതിയിൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് കണ്ട് ബഹുമാനിക്കുന്നത് ഒന്നാം കൽപ്പന ലംഘനമാണ് എന്നുള്ളത് ഓർക്കുക. എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രം ഞാൻ തന്നെയാണ് എന്ന് പഠിപ്പിക്കുന്നതും ചിന്തിക്കുന്നതും തന്നെ ഈ ഒന്നാം കൽപ്പനയുടെ ലംഘനമായിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചതുപോലെ ഞാനായിരിക്കുന്നത് ദൈവ കൃപയാലാകുന്നു, ദൈവം തന്നതല്ലാതെ എനിക്ക് എന്തുള്ളൂ, മാനവും മഹത്വവും ദൈവത്തിൻ്റേത് മാത്രം. ഈ ഒരു അർത്ഥത്തിൽ മതജീവിതത്തെ കാണാം. ഞാൻ ആര് തന്നെയാണെങ്കിലും, ഏത് സ്ഥാനിയാണെങ്കിലും, ദൈവം തന്ന സ്ഥാനത്തിനപ്പുറമായി ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. ദൈവമാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്, ദൈവിക ചിന്തയാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ മാനവും മഹത്വവും അതിന് കീഴിലാണ്. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 1-52 ഹൃദയ വിചാരത്തിൽ അഹങ്കാരികളായവരെ അവൻ ചിതറിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കാരികളായവരെ ചിഹ്നിപ്പിച്ചു. മറ്റുള്ളവരെ സ്നേഹിക്കണം, ശ്രദ്ധിക്കണം, ഇഷ്ടപ്പെടണം, വലിയവനായി കരുതണം എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നവർ, എന്നെ ബഹുമാനിക്കണം എന്നുള്ള ചിന്തയോടുകൂടി, ആ ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുന്നവർ എല്ലാം തന്നെ ഈ ഒന്നാം കൽപ്പനയുടെ ലംഘനത്തിൽ വരും. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ച് ഉയരരുത്. എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു വയ്ക്കുവാൻ വേണ്ടി, മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടുവാൻ വേണ്ടി ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം തന്നെ ദൈവിക നിന്ദയാണ് എന്നുള്ളത് ഓർക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 3-16 പറയുന്നു, സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്ത് നീട്ടിയും ഏറുകണ്ണിട്ടും കൊണ്ട് സഞ്ചരിക്കുകയും തത്തി നത്തി നടക്കുകയും കാൽ കൊണ്ട് ചിലമ്പുരി കേൾപ്പിക്കുകയും ചെയ്യുന്നു. ഇതുമൂലം അവർക്ക് ചൊറി പിടിപ്പിക്കും, ഗുഹ്യപ്രദേശങ്ങളെ നഗ്നമാക്കും. എല്ലാവരിലും ശ്രദ്ധിക്കപ്പെടേണ്ടതിനായിട്ട് വേഷഭൂഷാദികൾ ധരിച്ച് ഉള്ളതിന് മേതെ ഉണ്ടെന്ന് ഭാവിച്ചുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതം നയിച്ചാൽ അപകടകരമാണ് എന്നാണ് യെശയ്യാ പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അനാവശ്യമായ ആഡംബര വസ്തുക്കൾ ഉപയോഗിച്ച് സമൂഹത്തിൽ പ്രദർശന വസ്തുവായി ഞാനും നിങ്ങളും മാറുന്നുണ്ടായിരുന്നു. എല്ലാ വേദികളിലും മുഖ്യാസനം, പ്രധാന സ്ഥാനം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വാർത്ഥ ലക്ഷ്യത്തോടു കൂടിയുള്ളതായ പെരുമാറ്റം, ആ ഒരു ചിന്ത നമുക്കുണ്ടായെങ്കിൽ, പ്രിയമുള്ളവരെ, നാം ഒന്നാം കൽപ്പന ലംഘനത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് ഓർക്കുക. കർത്താവ് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ ബഹുമാനിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയെ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. ദൈവം കഴിഞ്ഞ് മാത്രമേ മറ്റുള്ള എല്ലാ ബന്ധങ്ങളുമുള്ളൂ, എല്ലാ സ്ഥാനീയരുമുള്ളൂ. ദൈവത്തിനാണ് നമ്മുടെ ജീവിതത്തിൽ പരമപ്രധാനമായ സ്ഥാനം എന്നുള്ളത് ഓർക്കുക. ആ ദൈവത്തിൽ ആശ്രയിക്കുവാൻ, ആ ദൈവം വലിയവനാണ്,
ആ ദൈവത്തിനപ്പുറമായി എനിക്കൊരു ജീവിതമില്ല. എന്നെ അവൻ പരിപാലിക്കും, എന്നെ കാത്തുരക്ഷിക്കും. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ആ ദൈവം എന്നെ വഴി നടത്തും. ഈ ഒരു പ്രത്യാശയായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. പ്രിയമുള്ളവരെ, 1-ാം കൽപ്പനയുടെ ആദ്യ ഭാഗമാണ് നാം പഠിക്കുന്നത്. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനൊഴികെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ദൈവത്തെ മാത്രം ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, സർവ പ്രകൃതിയും ദൈവത്തിന് മാത്രം കൊടുക്കുവാൻ, ഈ പ്രപഞ്ച സൃഷ്ടാവായ, ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്ന, ഇന്ന് ഇക്കാണുന്ന രീതിയിൽ ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവ മഹത്വം വെളിപ്പെടുത്തുവാൻ, അറിയുന്ന സത്യത്തെ മനസ്സിലാക്കി ആ ദൈവിക മാർഗത്തിൽ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.